2.58 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള പ്ലീസ്റ്റോസീൻ അഥവാ ഐസ് ഏജ് കാലഘട്ടം. ഭൂമിയെ വെള്ള പുതപ്പിച്ചുകൊണ്ട് നിരന്തരം മഞ്ഞു പൊഴിഞ്ഞുകൊണ്ടിരുന്ന ഹിമയുഗം. ഈ പ്ലീസ്റ്റോസീൻ കാലഘട്ടം അവസാനിച്ചത് ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുൻപാണ്. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിന്റെ അവസാനത്തോടടുത്ത് അന്നത്തെ അമേരിക്കൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഏകദേശം 13,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശത്തിന് വിധേയരായ ചെന്നായ്ക്കളാണ് ഡയർവുൾഫ്സ്. കാനിസ് ഡൈറസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ ചെന്നായ്ക്കൾ നായ്ക്കളുടെ കൂടി കുടുംബമായ കാനിഡയിലെ അംഗങ്ങളാണ്. തണുപ്പിനെ അതിജീവിക്കാൻ പാകത്തിന് ശരീരം മുഴുവനും കനത്തിൽ ഇവർക്ക് രോമങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ രോമങ്ങൾക്ക് വെളുപ്പ് നിറമായിരുന്നു എന്നും അതല്ല ബ്രൗൺ നിറമായിരുന്നു എന്നുമുള്ള വാദങ്ങൾ ഉണ്ട്. ശരാശരി 68 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഡയർവുൾഫുകൾ അന്നത്തെ പ്രബലരായ കാർണിവോർസ് അഥവാ ഇരപിടിയന്മാർ ആയിരുന്നു. അക്കാലഘട്ടത്തിൽ അന്ന് അമേരിക്കൻ പ്രദേശങ്ങളിൽ വിഹരിച്ചിരുന്ന വേറെയും ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു. ഡയർവുൾഫുകളേക്കാൾ വലിപ്പം കുറവുള്ള 47 കിലോഗ്രാമോളം ഭാരമുള്ള ഗ്രേ വുൾഫുകളും കയോട്ടികളും ദധോലെ എന്ന് അറിയപ്പെടുന്ന ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗുകളും അന്നവിടെ ജീവിച്ചിരുന്നു. പക്ഷേ ഇവരെക്കാളൊക്കെ അന്നവിടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഡയർവുൾഫുകൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. നോർത്ത് അമേരിക്കയിൽ നിന്നും ഡയർവുൾഫിൻ്റെതായി ഏകദേശം 2,50,000 വർഷം പഴക്കമുള്ള ഫോസിലുകളും 13,000 വർഷം പഴക്കമുള്ള ഫോസിലുകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കാലിഫോർണിയയിലെ ഫോസിലുകൾ ധാരാളമായി കാണപ്പെടുന്ന റാഞ്ചോ ലാബ്രയ ടാർ സീപ്സിൽ നിന്നുമായി ഡയർവുൾഫുകളുടെ 4,000-ൽ അധികം ഫോസിലുകൾ കുഴിച്ചെടുക്കുകയുണ്ടായി. എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ടും വേട്ടയാടലിൽ പ്രബലരായിരുന്നിട്ടും ഡയർവുൾഫുകൾക്ക് എന്തുകൊണ്ടാണ് വംശനാശം സംഭവിച്ചത് എന്നുള്ളതിന്റെ കാരണം ഇന്നും വ്യക്തമല്ല. ഗ്രേ വുൾഫുകളെയും കയോട്ടികളെയും അപേക്ഷിച്ച് ശരീരവലുപ്പം കൂടുതലുണ്ടായിരുന്ന ഡയർവുൾഫുകൾ പൊതുവെ കാട്ടുകുതിരകളെയും കാട്ടുപോത്തുകളെയും പോലെയുള്ള വലിയ ഇരകളെയാണ് വേട്ടയാടിയിരുന്നത്. അവർ തങ്ങളുടെ ആഹാരശീലം മാറ്റാൻ താല്പര്യം കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറ്ററി ഫ്ലെക്സിബിലിറ്റി കുറവായിരുന്നു. തങ്ങളുടെ ഇരകൾക്ക് വംശനാശം വന്നതുകൊണ്ടാവാം ഡയർവുൾഫുകളും അപ്രത്യക്ഷമായത് എന്നൊരു വാദമുണ്ട്. എന്നാൽ ഗ്രേ വുൾഫുകളും കയോട്ടികളും ഏതുതരം ഇരകളെയും ഭക്ഷിക്കാനും കാട്ടുനായ്ക്കളുമായി ഇന്റർബ്രീഡിങ്ങിൽ ഏർപ്പെടാനും തയ്യാറുള്ളവർ ആയിരുന്നു. ഡയർവുൾഫുകളെ അപേക്ഷിച്ച് ഇക്കൂട്ടർക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് വംശനാശത്തെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനായി. എന്നാൽ ഇതിനൊന്നും സാധിക്കാതെ വന്നതിനാൽ ഡയർവുൾഫുകളാകട്ടെ വംശനാശത്തിന് കീഴടങ്ങി ഭൂമിയിൽ നിന്നും എന്നേക്കുമായി വിടവാങ്ങി. അമേരിക്കൻ ടെലിവിഷൻ സീരീസായ ഗെയിം ഓഫ് ത്രോൺസിൽ വെളുത്ത രോമങ്ങളോടുകൂടിയ ഡയർവുൾഫുകളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വംശമറ്റുപോയ ഡയർവുൾഫുകളെ ഗവേഷകർ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായി ഉള്ള വാർത്തകൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമെന്താണ്? US സംസ്ഥാനമായ ടെക്സസിലെ ഡല്ലസിൽ പ്രവർത്തിക്കുന്ന കൊളോസൽ ബയോസയൻസസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഗവേഷണങ്ങൾക്ക് പിന്നിൽ. ഇന്ന് ലോകത്തുള്ള ഡയർവുൾഫുകളുടെ ബന്ധുക്കളായ ഗ്രേ വുൾഫുകളുടെ DNA-യിൽ ക്രിസ്പർ എന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് അവരിത് ചെയ്തതത്രേ. ഡയർവുൾഫിന്റെ DNA-യുമായി ഗ്രേ വുൾഫുകളുടെ DNA-ക്ക് ഏകദേശം 99.5% സാമ്യമാണ് ഉള്ളത്. ക്രിസ്പർ എന്ന ജീൻ എഡിറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഈ 99.5%-നെ 100%-നോട് അടുപ്പിക്കുന്നത് വഴി ഗ്രേ വുൾഫ് ഡയർവുൾഫായി മാറും. 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഡയർവുൾഫിന്റെ ഫോസിൽ പല്ലുകളിൽ നിന്നും തലയോട്ടിയിൽ നിന്നുമായി വേർതിരിച്ചെടുത്ത DNA ഉപയോഗിച്ചാണത്രേ അവർ ഗവേഷണങ്ങൾ നടത്തിയത്. ഈ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായി റോമുലസ്, റീമസ് എന്ന 2 ആൺ ചെന്നായ്ക്കുട്ടികളും ഖലീസി എന്ന ഒരു പെൺ ചെന്നായ്ക്കുട്ടിയും പിറന്നു. ഈ പിറന്നിരിക്കുന്നത് ശരിക്കുള്ള ഡയർവുൾഫുകൾ അല്ല, മറിച്ച് ക്രിസ്പർ വഴി ഉണ്ടാക്കിയെടുത്ത ഡയർവുൾഫിനോട് സാമ്യമുള്ള ഗ്രേ വുൾഫ് കുട്ടികളാണ്. ഡയർവുൾഫുകളെ കൂടാതെ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികളെയും റെഡ് വുൾഫുകളെയും വൂളി മാമത്തുകളെയും ഒക്കെ ഇത്തരത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി കൊളോസൽ എന്ന ഈ കമ്പനിക്ക് ഉണ്ട്. വൂളി മാമത്തുകളെ ഇതുപോലെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കൊളോസൽ കമ്പനി വൂളി മാമത്തുകളുടേതുപോലെ രോമപ്പുതപ്പുള്ള എലികൾക്ക് ജന്മം നൽകിയിരുന്നു. വൂളി മൗസ് എന്നാണ് ഈ എലികൾ അറിയപ്പെട്ടത്. ഇതുപോലെ പണ്ടെങ്ങോ വംശനാശം സംഭവിച്ച ജീവികളെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുക? ഡൈനോസറുകൾ ഭൂമിയിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറുതെ എന്തിനാണ് വേണ്ടാത്ത പൊല്ലാപ്പ്? ഇത്തരത്തിൽ പണ്ട് ജീവിച്ചിരുന്ന ജീവികൾ ഭൂമിയിലേക്ക് തിരികെ വരുമ്പോൾ അവർക്ക് ഇന്നത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകുമോ? പണ്ടെങ്ങോ വംശമറ്റുപോയ ഒരു ജീവിയെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോൾ നിലവിൽ ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് ജീവികളുണ്ട്. അവരെ സംരക്ഷിക്കുകയല്ലേ ശരിക്കും വേണ്ടത്? സാധാരണക്കാരായ ആളുകൾ ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളാണ് ഇത്. ഈ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം തന്നെ നിരവധി ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവയൊന്നും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യുമല്ലോ.